കേരളത്തിൽ സമഗ്രമായിട്ടുള്ള സാമൂഹ്യ സർവേ നടത്തി കേരളത്തിലെ പിന്നോക്ക വിഭാഗങ്ങൾ ആരാണെന്ന് കണ്ടെത്തുകയും അതോടൊപ്പം നായർ ബ്രാഹ്മണ ക്ഷത്രിയ അമ്പലവാസികൾക്ക് 15% സംവരണം സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും അതുപോലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തും അനുവദിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. 1932 സമഗ്രമായിട്ടുള്ള സർവേയുടെ അടിസ്ഥാനത്തിൽ 1934 നായർ ബ്രാഹ്മണ ക്ഷത്രിയ അമ്പലവാസി സമുദായങ്ങളെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് സംവരണം അനുവദിച്ചിരുന്നു. അത് 1956-57 ആദ്യ ജനാധിപത്യ സർക്കാരാണ് ഈ വിഭാഗത്തിന് നൽകി വന്നിരുന്ന സംവരണം നിർത്തലാക്കിയത്. ആ നിർത്തലാക്കുന്നതിന് അടിസ്ഥാനപരമായി ഏതെങ്കിലും സാമൂഹ്യ സർവേ നടത്തിയിട്ടില്ല. മറ്റേതെങ്കിലും റിപ്പോർട്ടുകളുടെ അടിസ്ഥാനമില്ലാതെയാണ് ഈ വിഭാഗത്തിനെ സംവരണ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തിട്ടുള്ളത്. നമ്മൾ ആവശ്യപ്പെടുന്നത് പിന്നോക്ക സർവേയാണ് ആവശ്യം, അതുപോലെ രാഷ്ട്രീയ സംവരണവും ആവശ്യമാണെന്ന് പറയുന്നത്. രാഷ്ട്രീയപരമായി, ജനസംഖ്യാപരമായി, സാംസ്കാരിക എല്ലാ തരത്തിലും ഈ വിഭാഗം പിന്നാക്കമായിരിക്കുകയാണ്. 1956-57 ഈ വിഭാഗത്തിനെ സംവരണ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തതോടൊപ്പം ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നു. ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ 1967 ഒരു സോഷ്യൽ സർവേ രഹസ്യമായിട്ട് നടത്തിയിട്ടുണ്ട്. 70 നെട്ടൂർ കമ്മീഷൻ റിപ്പോർട്ട് പരിശോധിച്ചാൽ തന്നെ ആർക്കും മനസ്സിലാവും ഈ വിഭാഗം സാമ്പത്തികപരമായി വളരെയേറെ പിന്നാക്കമായിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം 80 ഉണ്ടായിട്ടുള്ള നാരായണപിള്ള കമ്മീഷൻ റിപ്പോർട്ട് കാണാതായിട്ടുണ്ട്. അതിനുശേഷം 90 മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഇന്ദിരാ സാഹ്നി കേസ് വന്നു. 95 93 ഒക്കെ നിയമസഭാ സമിതികളുടെ റിപ്പോർട്ട് പരിശോധിച്ചാൽ ഈ വിഭാഗം ഒരു തലമുറ കഴിഞ്ഞപ്പോൾ സാമ്പത്തിക പിന്നോക്കാവസ്ഥയിൽ നിന്ന് സാമൂഹ്യപരമായിട്ടുള്ള പിന്നോക്കാവസ്ഥയിലേക്ക് മാറിയതായി കാണപ്പെടാം. 2011-12 ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് നൽകിയിട്ടുള്ള ജസ്റ്റിസ് ശിവരാജൻ അദ്ദേഹത്തിൻ്റെ ഒരു റിപ്പോർട്ടിൽ വിദ്യാഭ്യാസപരമായും ഈ വിഭാഗം പിന്നോക്കം വന്നിട്ടുള്ളതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. 2010 ശേഷം ഈ വിഭാഗത്തിന് പൊതുവായിട്ട് രാഷ്ട്രീയപരമായിട്ടുള്ള പിന്നോക്കാവസ്ഥ, അതായത് പാർലമെൻറ്റ്, ലോക്സഭ, അതോടൊപ്പം നിയമസഭ, രാജ്യസഭ എന്നിവിടങ്ങളിലെല്ലാം തന്നെ നായർ ബ്രാഹ്മണ ക്ഷത്രിയ അമ്പലവാസികൾക്ക്, പ്രധാനമായി ബ്രാഹ്മണ ക്ഷത്രിയ അമ്പലവാസികളുടെ പ്രാതിനിധ്യം പൂർണ്ണമായി നഷ്ടപ്പെട്ടിരിക്കുന്നത് ആർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ വിഭാഗം കേരള സ്റ്റേറ്റിൽ ഏറ്റവും സാമൂഹ്യപരമായി പിന്നോക്കാവസ്ഥ നേരിടുന്നു. ഈ വിഭാഗത്തിലെ സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗത്തിന് സംവരണവും സാമ്പത്തിക ആനുകൂല്യങ്ങളും നൽകാൻ കേരള സർക്കാർ അടിയന്തരമായി തന്നെ സംവരണ പട്ടിക പുതുക്കി നിശ്ചയിക്കണമെന്നാണ് മാനവ ഐക്യവേദിക്ക് ആവശ്യപ്പെടാനുള്ളത്.